ഇന്നത്തെ പ്രധാന 5 വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല ദർശനം പൂർത്തിയാക്കി. കരിമല അപ്പാച്ചിമേട് വഴിയുള്ള പരമ്പരാഗത പാതയിലൂടെ നടന്ന ഈ സന്ദർശനത്തിനിടെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. പ്രസിഡന്റ് വന്നപ്പോൾ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറക്കിയപ്പോൾ ടയർ ഭാഗികമായി കോൺക്രീറ്റിൽ താഴ്ന്നതോടെ നേരിയ ആശങ്കയുണ്ടായി. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ ഇടപെട്ടതോടെ അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞു. ഹെലികോപ്റ്ററിനോ രാഷ്ട്രപതിക്കോ പരിക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും സംഭവത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളിലെ വീഴ്ചയെക്കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരിതെളിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി ഗൾഫ് മേഖലകളിൽ നിന്നുള്ള മലയാളി വിദ്യാർത്ഥികളും പങ്കെടുക്കുകയാണ്. UAE-യിലെ 5 സ്കൂളുകളിൽ നിന്നായി 47 അംഗ സംഘം എത്തിയിട്ടുണ്ട്. 22,000 കുട്ടികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. സഞ്ജു സാംസൺ ബ്രാൻഡ് അംബാസിഡറായും കീർത്തി സുരേഷ് ഗുഡ്വിൻ അംബാസിഡറായും പ്രവർത്തിക്കുന്നു. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപം കൊണ്ട താഴ്ന്ന മർദ്ദം കാരണം അടുത്ത 5 ദിവസത്തേക്ക് കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചില സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയും കാറ്റുമുണ്ടാകാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട മുതൽ വയനാട് വരെ 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അകലം പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. ഉച്ചയ്ക്ക് ശേഷം പവന് 960 രൂപ കുറഞ്ഞത് 93,000 രൂപയ്ക്ക് താഴെയായി. ഉച്ചയ്ക്ക് ശേഷം പവന് 960 രൂപ കുറഞ്ഞ് 93,000 രൂപയ്ക്ക് താഴെയായി. ഇന്ന് രാവിലെയും വില കുറഞ്ഞിരുന്നു. മൊത്തം 3,440 രൂപയാണ് പവന് കുറഞ്ഞത്. ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിന് 92,320 രൂപയാണ്. കുറഞ്ഞ പണിക്കൂലി, GST, ഹാൾമാർക്കിംഗ് ചാർജുകൾ ചേർത്താൽ സ്വർണ്ണാഭരണം വാങ്ങാൻ 1 ലക്ഷത്തിലധികം ചിലവ് വരും. മുംബൈ താരം സർഫറാസ് ഖാനെ ഇന്ത്യൻ ടീമിലേക്ക് ഉൾപ്പെടുത്താതിരുന്നതിനെ ചൊല്ലി കോൺഗ്രസും BJPയും തമ്മിൽ വാക്പോരാട്ടം തുടങ്ങി. കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ് സർഫറാസ് ഖാനെ അവന്റെ അച്ഛന്റെ പേരിലാണ് ഒഴിവാക്കിയത് എന്ന് ചോദിച്ചതാണ് വിവാദമുയർത്തിയത്. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും സർഫറാസ് ഖാന് അവസരം ലഭിക്കാത്തതിൽ ആരാധകരും മുൻ താരങ്ങളും വിമർശിച്ചു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.